ഹലോ അസ്സലാമു അലൈക്കും. 8ാം ക്ലാസ്സിൽ അറബിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നമുക്ക് കുറേ വേർഡ്സ് തന്നിട്ട് താഴെ ഒരു കവിത കംപ്ലീറ്റ് ആക്കാതെ പോയ നമുക്ക് തരും. ഇത് നമ്മളോട് പറയും അത് കംപ്ലീറ്റ് ആക്കാൻ. അധിക കുട്ടികളും കവിത കംപ്ലീറ്റ് ആക്കാമെന്ന് കാണുമ്പോഴേക്ക് പേടിച്ചത് ഒഴിവാക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന വാക്കുകളെല്ലാം നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയത് കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്ത് അങ്ങനെ ഒരു പുതിയ കവിത ഉണ്ടാക്കാനുള്ള ചോദ്യമൊന്നുമല്ലത്. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കവിതൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് ഈ വാക്കുകൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഈ തന്നിട്ടുള്ള ഒരു കവിതനെ നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് ഒന്നും അറിയണമെന്നില്ല, വളരെ ഈസി ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കൂ, ഈ എക്സാമ്പിളിൽ ഇവിടെ പിന്നെ ഈ വാക്കിലെ നെഹ്നു ബിലാദ്, ഇവിടെയും അതേ വാക്ക് ബിലാദ് റിപ്പീറ്റ് ചെയ്തു, ഇവിടെയും നെഹ്നു ബിലാദ് റിപ്പീറ്റ് ചെയ്തു, ഇവിടെയും ഈ 4 ലൈനിലും സെയിം വേർഡ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്ത് മാത്രമുള്ളത്, ഈ നടുവിലുള്ള വാക്കുകൾ അബിനാ, അത്ഫാൽ, അസ്ഹാർ, അൻവാർ, ഈ വാക്കുകൾ മാത്രമാണ് മാറിയിട്ടുള്ളത്. ഇവിടെ ഇതേ ടൈപ്പ് വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ വാക്കുകളും. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇതേപോലെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ സെൻറ്ററിലുള്ള വാക്കുകൾ മാത്രം മാറ്റി എഴുതി നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നെഹ്നു എഴുതി, ഒന്നാമത്തെ വാക്ക് നെഹ്നു അൻസാറു അൽ ബിലാദി. ഞാൻ മുഴുവൻ എഴുതുന്നില്ല, ഞങ്ങൾ അൻസാറു അൽ ബിലാദി ഉണ്ടോ. നമ്മൾ നെഹ്നു ബിലാദി അതേപോലെ എഴുതി സെൻറ്ററിൽ ഈ വാക്ക് എഴുതി. ഇനിയോ അടുത്ത വാക്ക് നെഹ്നു അസ്ഹാറുൽ ബിലാദി ഉണ്ടോ, നെഹ്നു ഈ വാക്ക് തന്നെ. ഇത് നമ്മൾ ഇതിന് പകരം താഴെ രണ്ടാമത്തെ വാക്ക് എടുത്ത് എഴുതി അസ്ഹാറു അൽ ബിലാദി ഉണ്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക, ഈ തന്നിട്ടുള്ള എക്സാമ്പിൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് തരുന്ന അധികം എന്തായിരിക്കും എന്നറിയോ, ഇവിടെ ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്ട്രക്ചറിലേക്ക് ഓരോ സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് നോക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ നന്നായി എക്സാമ്പിൾ തന്നിട്ടുള്ള എക്സാമ്പിൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്തിട്ട് അതിൽ എന്ത് ചെയ്യുക, ഏത് സ്ഥലത്താണ് ഈ വാക്കുകൾ പ്ലേസ് ചെയ്യാനുള്ളത് നോട്ട് ചെയ്യുക. ആ സ്ഥലത്തേക്ക് നിങ്ങൾ ഓരോ വാക്കൊന്ന് പ്ലേസ് ചെയ്തിട്ട് വാക്കുള്ളത് ഇതിലുള്ളത് പോലെ തന്നെ പൂരിപ്പിച്ചിട്ട് നിങ്ങളത് എഴുതുക. അങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എഴുതാൻ പറ്റും. അതല്ലാതെ ഇത് എല്ലാ വാക്കിൻ്റെ മീനിങ് നിങ്ങൾ പഠിച്ച് അതിൻ്റെ അർത്ഥം അനുസരിച്ച് പ്ലേസ് ചെയ്യുക അങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലത്. പുതിയ കവിത എഴുതുണ്ടാക്കാനെന്നുള്ളതൊന്നല്ല, ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്ത് ചെയ്യുന്നത് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ തന്നെ ഇങ്ങനെ ബാക്കിയുള്ള ലൈനുകളൊക്കെ ഓരോ വാക്ക് ഇതിൽ നിന്ന് എടുക്കുക, ആ സെൻറ്ററിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ അത് ഒഴിച്ചിടരുത്. അത് ആ മാർക്ക് മിസ്സാക്കാതെ ആ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ചിലപ്പോൾ എങ്ങനെ ചോദിക്കുക വെച്ച് കഴിഞ്ഞാൽ 2 എഴുതാനുണ്ടാവും, അപ്പോൾ അതിന് പറ്റിയ വാക്കുകളുണ്ടാവും, അതിന് പറ്റിയ വാക്കുകളും ആദ്യം. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, ഏത് രീതിയിലാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കുക, ആ രീതിയിൽ എന്ത് ചെയ്യുക, ആ വാക്കുകൾ പ്ലേസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.